നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 28, 29 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 28 വെളുപ്പിന് 3:35 AM മുതൽ ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 1:14 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യ നിറം പറയാം. 28-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 29-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ആദ്യം മേടം രാശി നോക്കാം. ഫലങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം അവരുടെ 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് ചൊവ്വ, ബുധൻ, ശനി ഇവ നിൽക്കുന്നു. കൂടാതെ ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഓക്കെ, പുതിയ സംരംഭങ്ങളിൽ തുടങ്ങാൻ പറ്റിയ ടൈമല്ല. പിന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ സാധ്യത ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എല്ലാറ്റിനും ഒരു തടസ്സം ഉണ്ടാവും. അതുപോലെ തന്നെ ധനപരവ് വിവിധ സ്രോതസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതുമൊക്കെ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെടും. മേടൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി: കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ ഇവരുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പുതിയൊരു തൊഴിലിലേക്ക് കയറുക. ഇപ്പോൾ ഉള്ള തൊഴിൽ വിട്ടിട്ട് മറ്റൊരു തൊഴിലിലേക്ക് പോകാൻ പറ്റിയ സമയമല്ല. ഞായറാഴ്ച മാത്രമല്ല, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത കാണുന്നു. അതുപോലെ തന്നെ വാഹന ലാഭം, ഇത് തീർത്ഥയാത്രകൾക്കും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും സാധ്യത കാണുന്നു. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി: മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. തൊഴിൽപരമായിട്ടുള്ള വിജയം കാണുന്നു. 10-ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അതുമാത്രമല്ല, മേടം, ഇടവം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി: പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്.
താമസിയാതെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും. ഞാനത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിരുന്നു. കർക്കിടകം രാശിക്ക് ഏതാണ്ട് 3 മാസം അടിപൊളി സമയം വരാൻ പോയാന്ന് പറഞ്ഞു. അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഇവിടെ ഇവർക്ക് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ട്, പിതൃഗുണം. അത് ഇവർക്ക് മേടം ഇടവ മാസങ്ങളിൽ മുഴുവൻ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്കും അല്പം നേട്ടം ഉണ്ടാവാൻ പോകുന്ന അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മെയ് 11 നമുക്കിവിടെ ചൊവ്വ ഈ അഷ്ടമത്തിൽ നിന്ന് മാറും. അപ്പോൾ പ്രതികൂലമല്ലാതാവും, ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറും. എന്നാൽ തന്നെ ചിങ്ങം രാശിക്ക് ഇച്ചിരി നല്ല കാലം തുടങ്ങാൻ പോവുകയാണ്. എങ്കിലും ഇവിടെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 4 പാപഗ്രഹങ്ങൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക, ജന്മശനിയാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക, അഷ്ടമത്തിലാണ് ചൊവ്വ. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ല എങ്കിലും താമസിയാതെ ഒരുപക്ഷെ ഈ മെയ് 11 ശേഷം ഇവർക്ക് നേട്ടങ്ങൾ പലതും ഉണ്ടായി തുടങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. അത് താമസിയാതെ വരും. പിന്നെ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട്. എങ്കിലും ഈ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ദോഷം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണെന്ന്. എങ്കിലും ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവേണ്ടതാണ്. എന്നാൽ തന്നെ അതിനൊക്കെ ഒരു പൊലിമ കുറഞ്ഞിരിക്കും, പൂർണ്ണത കിട്ടിയെന്ന് വരത്തില്ല. അതുപോലെ ധനവരവ് ഉണ്ടാവാം, ബന്ധങ്ങൾ ഊഷ്മളമാവാം. എന്നാൽ തന്നെ എല്ലാത്തിനും ഒരു മോശമല്ലാത്ത രീതിയിൽ ഒരു തടസ്സവും പൊലിമ കുറവും പൂർണ്ണത കുറവും ഒക്കെ അനുഭവപ്പെടും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ, ശനി, സൂര്യൻ, ബുധൻ ഇവ എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഇവർക്ക് ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ എല്ലാറ്റിനും ഒരു മന്ദതയും കാലതാമസവും തടസ്സവും നേട്ടങ്ങൾക്ക് പുലിമ കുറഞ്ഞ ഒരു അവസ്ഥയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എന്നാൽ തന്നെയും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ ദിവസങ്ങളിൽ നടത്തേണ്ട. അതിനുശേഷം തീർച്ചയായിട്ടും ചന്ദ്രനൊന്ന് മാറി അനുകൂലമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. ഇവർക്ക് എല്ലാവിധ കാര്യങ്ങളുമൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവർ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. ഓക്കെ. അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. ഓക്കെ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദ, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടം കാണുന്നു. ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ ഇവർക്ക് ദൈവാധീനമുള്ള ദിവസങ്ങളാണ്. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. മകരം രാശിയാവുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത കാണുന്നു. യന്ത്രസാമഗ്രികൾ മൂലം നേട്ടമുണ്ടാവും. ചൊവ്വയും ശനിയും അനുകൂലമാണ്. യന്ത്രസാമഗ്രികൾ എന്ന് പറയുമ്പോൾ കാറും ബൈക്കും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ വാഹന ലാഭം, വാഹന യോഗം ഒക്കെ ഉണ്ടാവും. ഉല്ലാസയാത്രകൾക്ക് വഴിയൊരുങ്ങും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കണക്ക് കൂട്ടാം. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പുരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ ഇവിടെ പ്രതികൂലമാണ്. അതുകൊണ്ട് അത്ര നല്ല ദിവസങ്ങളൊന്നും അല്ല. എങ്കിലും ഇവർക്ക് വ്യാഴം അനുകൂലമാണ്, സൂര്യൻ അനുകൂലമാണ്, ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് പറയാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവൊക്കെ ഉണ്ടാവും. ഇനി മീനം രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. താമസിയാതെ ചൊവ്വ മാറുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല ബുധനും ഇവിടെ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വരും. ഏപ്രിൽ 30-ാം തീയതി. അപ്പോൾ ചൊവ്വയും ബുധനും താമസിയാതെ ഇവർക്ക് പ്രതികൂല അവസ്ഥയിൽ നിന്ന് മാറും. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ ബെറ്ററായി തുടങ്ങും. ഏപ്രിൽ 30-ന് ബുധനും മെയ് 11-ന് ചൊവ്വയും മാറുന്നു. അപ്പോൾ അതൊക്കെ ഇവർക്ക് പ്രതികൂലാവസ്ഥ തരണം ചെയ്യാൻ പറ്റും. പിന്നെ ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് തുടരും. ഓക്കെ. അതിൽ തന്നെ സർപ്പം അഥവാ രാഹു ഡിസംബർ 5-ാം തീയതി മാറ്റം വരും. ഇവർക്ക് മാറ്റം വരും. എങ്കിലും അതും ഇവിടെ പ്രതികൂലമായിട്ട് തുടരും. ജന്മത്തിലേക്ക് വരും. അപ്പോൾ ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് ഡിസംബർ 5 തൊട്ട് ജന്മത്തിൽ വരും. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. എങ്കിലും ശനിയും സർപ്പവും മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ കാലത്ത്, അതായത് ഡിസംബർ 5, കുറച്ച് കാലം എടുക്കും.
പക്ഷേ ചൊവ്വ മെയ് 11 മാറുന്നുണ്ട്, ജന്മത്തിൽ നിന്ന് മാറുന്നുണ്ട്. ബുധനും ജന്മത്തിൽ നിന്ന് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് വരും. അപ്പോൾ അതൊക്കെ ഏപ്രിൽ 30. അപ്പോൾ അതൊക്കെ ഇവർക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ശാരീരിക വൈഷമ്യങ്ങളെല്ലാം മാറിത്തുടങ്ങും. ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രയാസമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ ഈ 2 ദിവസം. എങ്കിലും താമസിയാതെ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ട്. ഓക്കെ, ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. ഏപ്രിൽ 28, 29 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:36 AM മുതൽ രാവിലെ 5:24 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 28, 29 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 28-ാം തീയതി രാവിലെ 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:49 PM വരെയാണ് 28-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 29-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. ഇനി രാഹുകാലം നോക്കാം. 28-ാം തീയതി വൈകിട്ട് 3:30 PM മുതൽ 5:02 PM വരെയാണ് 28-ാം തീയതി രാഹുകാലം. 29-ാം തീയതി ഉച്ചയ്ക്ക് 12:24 PM മുതൽ ഉച്ചയ്ക്ക് 1:57 PM വരെയാണ് 29-ാം തീയതി രാഹുകാലം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും പ്രാധാന്യം നൽകുക. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 28-4-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 8, 0, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 29-4-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 1, 8, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.